ഷെയ്ഖ് അബ്ദുൽ ഖാദിർ കൈലാനി എന്നോവർ ഷെയ്ഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ കൈലാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാലയിൽ ഖാദി മുഹമ്മദ് റഹിമഹുല്ല അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. അബ്ദുൽ ഖാദിർ എന്നാണ് അവിടുത്തെ പിതാവ് നൽകിയ പേര്. ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ഖൈലാനി. ഖൈലാൻ എന്ന് പറയുന്നതും ജീലാൻ എന്ന് പറയുന്നതും ജീൽ എന്ന് പറയുന്നതും എല്ലാം ഒരു സ്ഥലമാണ്. അത് ഖാഫിനെ ജീമായി ഉച്ചരിച്ചതോ അല്ലെങ്കിൽ ജീമിനെ ഖാഫായി ഉച്ചരിച്ചതോ ആണ്. അറബികൾ ജീമിനെ കാഫായി ഉച്ചരിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോഴും മിസ്രികൾ അങ്ങനെയാണ് പറയുക. അബ്ദുൽ മജീദ് എന്ന് പറയേണ്ടടുത്ത് അബ്ദുൽ മജീദ്, ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയേണ്ടടുത്ത് ഖമാലുദ്ദീൻ അഫ്ഗാനി എന്ന്. അതുകൊണ്ട് ഇറാനിലെ തൊബരിസ്ഥാൻ എന്ന പ്രവിശ്യയിലെ ഏതാനും ഗ്രാമങ്ങളാണ് ഈ ഖൈലാൻ അല്ലെങ്കിൽ ജീലാൻ അല്ലെങ്കിൽ ജീൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. തഫ്രീഖുൽ ഖാത്തിറിലും മറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ ഞാൻ അബ്ദുൽ ഖാദിറുൽ ജീലാനിയാണ്, എന്നെ അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അതാണ് ഖാദി മുഹമ്മദ് റഹിമഹുല്ല ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ഖൈലാനി എന്നോവർ എന്ന അരവരിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഷെയ്ഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നു. കഴിഞ്ഞ വരികളിൽ പലതവണ നാം അത് പറഞ്ഞു കഴിഞ്ഞു. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തന്റെ കാലത്തും പിന്നീട് വന്നവരുമായ എല്ലാ മശായിഖന്മാർക്കും കുത്തുബ് ആണ്. അന കുത്തുബു അഖ്താബിൽ വജൂദി ബി അസ്രിഹാ. എല്ലാ അഖ്താബുകൾക്കും കുത്തുബാണ് ഞാൻ. മാത്രമല്ല വൽകുല്ലു യുദ്ആ ബി ഗിൽമാനി. മറ്റ് മശായിഖന്മാര് മുഴുവനും എന്റെ ഗിൽമാൻ, എന്റെ പരിചാരകർ, ഖാദിമീങ്ങൾ എന്ന് വിളിക്കപ്പെടും എന്ന് അവര് തന്നെ തന്റെ ബഹുജത്തുൽ അസ്റാറിൽ പറയുകയുണ്ടായി. അങ്ങനെ പറയുന്നതിന് തടസ്സമില്ല. അത് ഖുർആനിനും തിരുസുന്നത്തിനും എതിരല്ല എന്ന് നാം പലവരു സമർത്ഥിച്ചു കഴിഞ്ഞു. അതാണ് ഷെയ്ഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ എന്ന ആ വാക്കുകൊണ്ട് ഖാദി അഹ്മദ് റഹിമഹുല്ല
ഉദ്ദേശിച്ചിരിക്കുന്നു. അള്ളാഹു സ്നേഹിച്ച മുഹയ്യിദ്ദീൻ എന്നോവർ അറ്റാമില്ലാത്തോളം മേന്മ ഉടയോ. അടുത്ത വരിയിൽ അവിടുന്ന് പറയുന്നത് അതാണ്. അള്ളാഹു സ്നേഹിച്ച മുഹയ്യിദ്ദീൻ എന്നോവർ, അള്ളാഹു സ്നേഹിച്ച മുഹയ്യിദ്ദീനാണ് താൻ. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് അടിയനെ അള്ളാഹു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മാസാല അബ്ദി യതഖറബു ഇലയ്യ മിൻ നവാഫിലി ഹത്താ അഹ്ബബ്തുഹു. എന്റെ ദാസൻ സുന്നത്തുകളെ കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കും. അതാണല്ലോ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. തങ്ങൾ പറയണം, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തബിഊനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റുന്നതനുസരിച്ച്, സുന്നത്തുകൾ ചെയ്യുന്നതനുസരിച്ച് അള്ളാഹു സ്നേഹിച്ചുകൊണ്ടിരിക്കും. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ വളരെയേറെ ശുഷ്കാന്തിയോടുകൂടെ പിൻപറ്റിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചുപറ്റിയവരാണ്. അതാണ് മാലയിൽ അള്ളാഹു സ്നേഹിച്ച മുഹയ്യിദ്ദീൻ എന്നോവർ. അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാലോ ഫഇദാ അഹ്ബബ്തുഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. ഇദാ സഅലനീ ലഉഅ്തിയന്നഹു വഇൻ ഇസ്തആദനീ ലഉഈദന്നഹു. ഞാനൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന്റെ കാഴ്ചയിലും കേൾവിയിലും അവന്റെ എല്ലാ അവയവങ്ങളിലും ഒരു ദൈവിക ശക്തി ഉണ്ടാകും. അവനെന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. ഏത് കാര്യത്തിൽ കാവൽ തേടിയാലും ഞാൻ അവന് കാവലേകും. എങ്കിൽ പിന്നെ അറ്റമില്ലാത്തോളം മേന്മ ഉടയോവർ, അറ്റമില്ലാത്ത അത്ര, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര മേന്മ നൽകപ്പെട്ടവരാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ന് പിന്നെ പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചുപറ്റി തന്റെ അവയവങ്ങളിലൊക്കെ ദൈവിക ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അതിന് പരിധിയില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും ബിഗൈരി ഹിസാബ്, കണക്ക് കൂടാതെ, അറ്റമില്ലാത്തയിടത്തോളം.
ഇത്രേ അല്ലാഹു തആല കൊടുക്കൂ എന്ന് പരിധിയില്ലാതെ കയ്യും കണക്കുമില്ലാതെ അല്ലാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. ആ ആയത്തിന്റെ വിശാലമായ ആശയമാണ് അറ്റമില്ലാത്തോളം മേന്മ ഉടയോവർ എന്ന് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ ഉദ്ധരിച്ചത്. അധിക വരികളിലും ആശയങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതുകൊണ്ട് ആവർത്തന വിരസത ഉപേക്ഷിക്കാനാണ് ചുരുക്കി പറയുന്നത്. അപ്പോൾ ഈ 2 വരികളിൽ പറഞ്ഞ ആശയങ്ങൾ നേരത്തെ പറഞ്ഞ 5 വരികളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ എന്ന് പറയുന്ന 18ാമത്തെ വരിയിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാവധി അതൊക്കെ മനസ്സിലാക്കി പഠിക്കാനും അതിലൂടെ സ്വാലിഹീങ്ങളെ പ്രിയം വയ്ക്കാനും ജീവിതത്തിൽ മാറ്റം വരുത്താനും തൗഫീഖ് നൽകട്ടെ. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ മാ വജദ്തു ശൈഅൻ അൻഫഅ ലിൽ ഖൽബി മിൻ ദിക്രി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളും ഔലിയാക്കളുമായ മഹത്തുക്കളെ കുറിച്ച് പറയുന്നതിനോളം ഹൃദയങ്ങൾക്ക് ഉപകാരമുള്ള, ഹൃദയങ്ങളിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യവും ഞാൻ എത്തിച്ചിട്ടില്ല. മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് മാറ്റം വരാനും ഹൃദയം ശുദ്ധിയാവാനും ഏറ്റവും നല്ലത്, ഏറ്റവും ഉപകാരപ്രദം ഇത്തരത്തിലുള്ള സ്വാലിഹീങ്ങളെ കുറിച്ച് പറയലും അനുസ്മരിക്കലുമാണ്. അതിനോളം ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ എത്തിച്ചിട്ടില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പൊ നമുക്ക് ഹൃദയത്തിൽ മാറ്റം വരാനും ഹൃദയശുദ്ധിക്കുമാണ് ഇത്തരം മഹത്തുക്കളുടെ ചരിത്രങ്ങളും അവരെക്കുറിച്ച് അനുസ്മരിക്കുന്നത്. ആ ഘണത്തിൽ ഇത് അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.